പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും കർത്താവുമായ ഈശോയുടെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, അവിടുത്തെ ആരാധിക്കാനും വേണ്ടി കർത്താവ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവിടുത്തെ വലിയ സ്നേഹത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അനേക വർഷങ്ങളായി ബഹുമാനപ്പെട്ട സേവർഗാൻ മഠാലിച്ചിലൂടെ ഈശോ ആരംഭിച്ച ഈ ഒരു ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസരായ ബിനോയ് അച്ഛനെയും സാംസനച്ഛനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു എളിയ ശുശ്രൂഷകളിലൂടെ കർത്താവ് ചൊരിഞ്ഞിട്ടുള്ള കോടാനുകോടി നന്മകൾക്ക്, വചനത്തിനും അഭിഷേകങ്ങൾക്കും ഡെലിവറൻസിനും കൃപാദാനങ്ങൾക്കും പരിശുദ്ധാത്മാഭിഷേകത്തിനും അതുപോലെ വിശ്വാസ വളർച്ചയ്ക്കെല്ലാം ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഞായറാഴ്ച ഈ ശാലോം ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ബെന്നിസാരനെയും ശാലോം ടി വി ശുശ്രൂഷകരെല്ലാം കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് ധാരാളം അനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടി അരമണിക്കൂർ സമയം ഇങ്ങനെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുറേ സമയം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. മലാക്കി 4:2 വചനമുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, തൊഴുത്തിൽ നിന്ന് പശുക്കുട്ടി നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി നല്ല ഉണർവോടെ കൂടി വരുന്ന കാഴ്ചകൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മനോഹരമായ കാഴ്ച. അതുപോലെ ദൈവം പറയുകയാണ്, അങ്ങനെ സന്തോഷത്തോടെ തുള്ളിച്ചാടി സ്തുതിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തീയ ജീവിതം ഫലദായകമാകണമെന്ന് സ്തുതിപ്പിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പില്ലാത്ത ക്രിസ്തീയ ജീവിതം ഫലരഹിതമാണ്.
അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഫലദായകമാകണമെങ്കിൽ നന്നായിട്ട് സ്തുതിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് എല്ലാവരും ചേർന്ന് നല്ല ജീവിക്കുന്ന കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂര്യനുദിക്കും, അതിൻ ചിറകുകളിൽ സൗഖ്യമുണ്ട്. നീതി സൂര്യനുദിക്കും, അതിൻ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തുള്ളിച്ചാടിടുവിൻ, തുള്ളിച്ചാടിടുവിൻ, പൈക്കിടാവെ പോൽ തുള്ളിച്ചാടിടുവിൻ, 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 പൈക്കിടാവെ പോൽ തുള്ളിച്ചാടിടുവിൻ. ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം. കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. കൈകളടിച്ച് ആരാധിക്കട്ടെ. നീ ഭൂമിയിലും സർവ ആധിപത്യവുമെന്നേശുവിന്, സ്വർഗത്തിലും നീ ഭൂമിയിലും സർവ ആധിപത്യവുമെന്നേശുവിന്. സകല മുട്ടുകളും മടങ്ങിടുമേ യേശുവിൻ നാമത്തിൻ മുൻപിൽ, സകല മുട്ടുകളും മടങ്ങിടുമേ യേശുവിൻ നാമത്തിൻ. കൈകൾ ഉയർത്തി, കൈകളടിച്ച് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കോട്ടയായവനെ, അഭയമായവനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു യേശുവേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കൈകളടിച്ച് ആരാധിക്കട്ടെ. അവൻ നല്ല ഇടയൻ, എന്നും നല്ലവൻ, ഉറപ്പുള്ള കോട്ട യേശുവല്ലോ. അവൻ നല്ല ഇടയൻ, എന്നും നല്ലവൻ, ഉറപ്പുള്ള കോട്ട യേശുവല്ലോ. അടിമത്വത്തിൻ മുഖം തകർത്തവൻ, കുരിശിൽ ജയിച്ചവൻ. അടിമത്വത്തിൻ മുഖം തകർത്തവൻ, ഉത്തിതനായവൻ. ആരാധിക്കുന്നു, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ജീവനോടെ ആരാധിക്കട്ടെ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന് ഹൃദയം തുറന്ന് നമുക്ക് വചനം കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു മനോഹരമായൊരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനെ ആരാധിക്കാനും വേണ്ടിയിട്ടാണല്ലോ കർത്താവ് നമുക്ക് ശരീരവും മനസ്സും ഒക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു സഹോദരി ഇങ്ങനെ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ആ സഹോദരിക്ക് ലഭിച്ച അത്ഭുതകരമായൊരു സാക്ഷ്യം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമുക്കൊന്ന് ശ്രവിക്കാം.
എൻ്റെ പേര് ഷേർലി സാബു. ആ ലേഡി ഓഫ് സോറോസ് ചർച്ച് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഓ യെസ്, ഫ്രം ബാംഗ്ലൂർ. വെൽക്കം വെൽക്കം. 2020 കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ ഈ കൈ ടോട്ടലി ഫ്രോസൺ ഷോൾഡറായി. ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അനക്കാൻ പറ്റില്ല. ഇവിടെ ഇത്രയും വരെയും വരുള്ളൂ. കൈ ഇത്ര ഇങ്ങനെ വരുള്ളൂ. കൈ വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഫ്രോസൺ ആയി പോയി. ആലോപ്പതി, ആയുർവേദം, ഹോമിയോ, പുത്തൂര്, ഫിസിയോതെറപ്പി ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റ് ഇല്ല. അവസാനം മടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിനി ട്രീറ്റ്മെൻറ്റ് വേണ്ട, എൻ്റെ ദൈവം എന്ന് എനിക്ക് സൗഖ്യം തരുന്നു അന്ന് മതി. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം തന്നെ എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഷാലോം TV-യിൽ 8:30 അഭിഷേകാഗ്നി കാണുമായിരുന്നു. ഒരു ദിവസത്തെ ആരാധനയിൽ വട്ടായിലച്ചൻ പറഞ്ഞു എല്ലാവരും കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പറ്റാത്തപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഞാൻ എൻ്റെ ഈശോനോട് പറഞ്ഞു, എൻ്റെ കൈ ഉയർത്തി എനിക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ മാത്രം തന്നാൽ മതി. എൻ്റെ ഒരു ജോലിയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കൈകൾക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിച്ച് കൈ ഉയർത്തി ആരാധിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേ എന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ കൈയും കൊണ്ട് ഈ കൈ പിടിച്ചിങ്ങനെ ഞാൻ ഉയർത്തി 2 ആഴ്ച ഞാൻ ചെയ്തുള്ള ആരാധനയിൽ എൻ്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് നോർമലായി. രണ്ടാഴ്ച അങ്ങനെ ചെയ്തു, കൈ ക്ലിയർ. എന്ത് ജോലി ചെയ്യാം, കൈ ഉയർത്താം, യാതൊരു കുഴപ്പമില്ലാതെ. എനിക്ക് പോലും അങ്ങനെ ശരിക്കും സ്പീഡിൽ ഉയർത്താൻ പറ്റില്ല. ആള് ഫ്രീ ആയിട്ട് കൈ ഉയർത്തും. ദൈവം പ്രകടമായ ഒരു അത്ഭുതമാണ് അങ്ങനെ ചെയ്തു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മഹനീയ കാര്യങ്ങൾ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനുള്ളൊരു തീഷ്ണത, ജ്വലനം കർത്താവ് നൽകിയത് നന്ദി പറയാം. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വേദന നിങ്ങൾ ചിന്തിച്ചു നോക്കി. പക്ഷേ അതിന് ആ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് അഭിഷേകാഗ്നി കണ്ട് 2 ആഴ്ച പ്രാർത്ഥിച്ചപ്പോഴേക്കും കർത്താവ് അത്ഭുതം ചെയ്തു. ഹല്ലേലൂയാ. അതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയാ. നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ക്ലേശങ്ങളിൽ സ്തോത്രം ഉണ്ടോ? അതേ നമ്മുടെ കഷ്ടതകളിൽ, സഹനങ്ങളിൽ നമുക്ക് സ്തോത്രം അർപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ മലയിലെ പ്രസംഗം, ആ മലയിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ടീച്ചിങ് ആണ്, കർത്താവിൻ്റെ പ്രബോധനമാണ്. അതിലെ ഒരു പ്രബോധനം ലൂക്കാ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 22-23 വാക്യങ്ങളിലുണ്ട്. അപ്പോൾ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അതായത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു അനുഗ്രഹമാണ് ഈശോ പറയുന്നതെന്ന്. ഈശോയുടെ നാമത്തെ പ്രതി മനുഷ്യപുത്രൻ നിമിത്തം ആളുകൾ നിങ്ങളെ ദുഷിച്ച് പറയുക, ആളുകൾ നിങ്ങളെ പുറന്തള്ളുക, ആളുകൾ നിങ്ങളെ തിരസ്കരിക്കുക, അപ്പം അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളുള്ളത് ഭാഗ്യം, സന്തോഷമുള്ള അനുഭവമാണ്. കാരണം എന്താ? സ്വർഗത്തിൽ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് ഈശോ പറയണത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഏറ്റു പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. പറയാണ് നമുക്ക് ജീവിതത്തിന് ചില മേഖലകളിൽ അവസരം ഉണ്ടാകും. എന്ത് ചെയ്യണം? 23-ാമത്തെ വാക്യത്തെ പറയുന്നത് എന്താണ്? നിങ്ങൾ ആഹ്ലാദിക്കണം. ആഹ്ലാദിച്ചാൽ മാത്രം പോരാ, സന്തോഷിക്കണം. സന്തോഷിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? കുതിച്ച് ചാടുവിൻ, തുള്ളിച്ചാടുവിൻ. അത് കർത്താവിൻ്റെ വചനമാണ്. യേശു ഇത് ചെയ്യാൻ പറഞ്ഞൊരു വചനമാണ്. നമ്മൾ ചെയ്യണം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈശോ പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യണം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലിറ്ററലായിട്ട് അത് അനുസരിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പല രീതികളിലുള്ള പ്രതിസന്ധികളും ചില പ്രത്യേക ക്ലേശങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, ആഹ്ലാദിക്കണം, കുതിച്ച് ചാടി തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ
പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലുള്ള പ്രതിഫലം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെ ഒരു മുന്നാസ്വാദനം നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട നോയൽ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ നടുവിൽ സ്തോത്രം ആലപിക്കാൻ ദൈവം കൃപ കൊടുത്തപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു സംഗതി നമുക്കിപ്പോൾ ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ ഒരു പ്രാർത്ഥിച്ച കാര്യമാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉദരഫലം ഞങ്ങൾക്ക് നൽകി. ഉദരത്തിൽ ശിശു ആയിരിക്കുന്നു എന്ന് അറിഞ്ഞ നാളുകളിൽ ഞങ്ങൾ വലിയ തീഷ്ണതയോടെ ദൈവവചനം എടുത്ത് പ്രാർത്ഥിച്ചും ഒന്നിച്ച് പ്രാർത്ഥിച്ചുമൊക്കെയാണ് ആ ദിവസങ്ങൾ കടന്നുപോയത്. ദൈവം ആ ഉദരത്തിൽ കുഞ്ഞുണ്ട് എന്നറിഞ്ഞ ദിവസം നൽകിയ വചനം ഞങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 3 മാസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അന്നത്തെ സ്കാനിങ്ങിൽ എൻ്റെ വൈഫിന് ബ്ലീഡിംഗ് ഉണ്ടായി. ആ ദിവസം ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ജീവനില്ല എന്നറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വലിയ സങ്കടത്തിലേക്കായി. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് ഇങ്ങനെയൊരവസ്ഥ? ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനയോടെ ഈ കുഞ്ഞിനെ സ്വീകരിച്ച് അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ചിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നോർത്ത് വലിയ ഭാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സമയം എൻ്റെ ഹൃദയത്തിൽ ആ ദിവസങ്ങളിൽ കർത്താവ് തന്ന വചനം വീണ്ടും വരികയും ആ വചനം എടുത്ത് വായിക്കുകയും ചെയ്തു. ആ വചനം 139-ാം സങ്കീർത്തനത്തിൻ്റെ 15-ഉം 16-ഉം തിരുവചനങ്ങളാണ്. 139-ാം സങ്കീർത്തനം അതിൻ്റെ 15-ഉം 16-ഉം തിരുവചനം. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഞങ്ങൾ എല്ലാ ദിവസവും വായിക്കും. ഇവിടെ ഞങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് ഈ സങ്കട അവസ്ഥയിൽ ഈ വചനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ 16-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവിൻ്റെ കണ്ണുകൾ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടിരുന്നു എന്നും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ദിവസങ്ങൾ എഴുതപ്പെട്ടിരുന്നു എന്നുമുള്ള വലിയൊരു ബോധ്യം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം? ഒരു മാർഗവുമില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, കണ്ണുനീര് മാത്രം മിച്ചമുള്ള ഈ സമയത്ത് വീണ്ടും ബൈബിള് തുറക്കുമ്പോൾ 149-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് കർത്താവ് തരുന്നത്. 149-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ വചനം പറയുന്നു: നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. ആ സമയത്ത് ഇതെന്താണ്, ഈ വചനം എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ ആ നടുവിൽ ഈ വചനം, പ്രിയപ്പെട്ടവരെ, അടച്ചിട്ട മുറിയിൽ കർത്താവിനെ തുള്ളിച്ചാടി സ്തുതിക്കാൻ തുടങ്ങി. കുറേ സമയം കർത്താവിനെ തുള്ളിച്ചാടി സ്തുതിച്ചു. ആ വചനം അങ്ങനെ തന്നെ അങ്ങ് പ്രാക്ടീസ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ സമയം ഒരു പ്രത്യേക അഭിഷേകം എൻ്റെ മേൽ വന്നു. ആ സമയം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കുകയാണ്: യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പല രീതിയിൽ ആ തുള്ളിച്ചാടി തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനം പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ശാന്തമായി കിടന്നുറങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് ഡിയാൻസ് ചെയ്യണം, കൊച്ചിന് ജീവനില്ല എന്ന് പറഞ്ഞു. 5 ദിവസങ്ങൾക്ക് ശേഷം ഡിയാൻസ് എഴുതിയിരിക്കുകയാണ് ഡോക്ടേഴ്സ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഡിയാൻസ് ചെയ്യാൻ അഡ്മിറ്റാകാൻ പറഞ്ഞു. എങ്കിലും ഡോക്ടറിൻ്റെ അടുക്കൽ അത് ഒരിക്കൽ കൂടി ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ആവശ്യം അവർ ആദ്യം സ്വീകരിച്ചില്ല. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതിച്ച് ആ സമയങ്ങളിൽ പ്രാർത്ഥിച്ചു. ഡോക്ടർ ഒരിക്കൽ കൂടി ഡോക്ടറിൻ്റെ അടുക്കൽ അത് സ്കാൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. അത്ഭുതകരമായി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിന് ജീവൻ നൽകി.
പ്രിയപ്പെട്ടവരെ, അത് ഒരു വലിയ അത്ഭുതമായിരുന്നു. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അത്ഭുതം. അന്ന് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കാൻ ഞാൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ കുഞ്ഞിന് 14 വയസ്സ് കഴിഞ്ഞു. ഞാനും എൻ്റെ കുടുംബവും ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ജീവിത പങ്കാളി സ്നേഹ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം മുതൽ ഇന്ന് വരെ ഈശോയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യാൻ അത് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നോയൽ ബ്രദറിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഭാവനയ്ക്കും അതീതമായിട്ടുള്ള ദൈവശക്തി ഇറങ്ങുന്ന സമയമാണ് സ്തോത്രവും നന്ദി അർപ്പിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം പൗലോസ്ലീഹ പറയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കരുതെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? കൃതജ്ഞതാ സ്തോത്രത്തോടെ പ്രാർത്ഥന നടത്തണം. അപ്പോൾ സംഭവിക്കുന്ന കാര്യം അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, വചനം പറയുകയാണ്, നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. അതേ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഭാവനയ്ക്കും എല്ലാം അതീതമായിട്ടുള്ള ഒരു സ്വർഗീയമായ സമാധാനം കൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെങ്കിൽ നമ്മൾ കൃതജ്ഞത അർപ്പിച്ച് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ശക്തി. നമ്മുടെ ബലഹീനതകളിലാകാം, നമ്മുടെ കഷ്ടതകളിലാകാം, പ്രത്യേകിച്ച് നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിലാകാം, തെറ്റിദ്ധരിക്കപ്പെടുന്ന സമയങ്ങളിലാകാം. പ്രിയപ്പെട്ടവരെ, അപ്പോഴെല്ലാം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനുള്ള ഒരു സ്വർഗത്തിൻ്റെ അഭിഷേകം കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കുറേ പേർക്ക് ലഭിച്ചിട്ടുണ്ട്, കിട്ടാത്ത ആൾക്കാർ ചോദിക്കണം. കർത്താവ് ധാരാളമായിട്ട് നൽകുകയും നമ്മളെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചെന്ന മാതൃക അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ ഈശോ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ കർത്താവ് ചെയ്ത കാര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, അവിടത്തേക്കറിയാം യൂദാസ് ഒറ്റിക്കൊടുക്കും, അവിടത്തേക്കറിയാം പത്രോസ് പരിത്യജിക്കും, അവിടത്തേക്കറിയാം യോഹന്നാൻ ഉടുതുണി പോലെ ഉപേക്ഷിച്ച് ഓടിപ്പോകും, അവിടത്തേക്കറിയാം ബാക്കി എല്ലാ ശിഷ്യന്മാരും അറിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിക്കാൻ തനിച്ചാകുമെന്ന് യേശുവിന് അറിയാം. അന്ന് ആ രാത്രിയിൽ ബൈബിൾ പറയുകയാണ്, യേശു അപ്പമെടുത്ത് വാഴ്ത്തി, ഹി ടുക്ക് ദ ബ്രെഡ് ആൻഡ് ബ്ലെസ്ഡ് ഇറ്റ്. വാഴ്ത്തി എന്ന് പറഞ്ഞാൽ ആശീർവദിച്ചു. ആശീർവദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം, ഈശോ പറയാണ്, ദൈവമേ നിനക്ക് നന്ദി, എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികമായ ഒരു സന്തോഷത്തേക്കാൾ അപ്പുറത്ത് ഇത് വലിയൊരു രക്ഷയിലേക്ക് നയിക്കാൻ പോകുക. കാരണം ഈശോ അപ്പം എടുത്ത് ഈശോ ആശീർവദിക്കുകയാണ്. ഈശോ ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം. തുടർന്ന് വീഞ്ഞെടുത്തിട്ട് കാശയെടുത്തിട്ട് ഈശോ പറയുകയാണ്, കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളിത് വാങ്ങി കുടിക്കണം, നിങ്ങൾക്ക് ജീവനുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃതജ്ഞതാ സ്തോത്രം, ബറാക്ക, ഈശോയ്ക്ക് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ഈശോയുടെ കഷ്ടതയുടെ സമയത്ത് ഈശോയ്ക്കറിയാം യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോവുകയാണ്, പത്രോസ് പരിത്യജിക്കാൻ പോവുകയാണ്, മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിക്കാൻ പോവുകയാണ്, കുരിശുമരണം വരാൻ പോവുകയാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് ഈശോ ചെയ്യുന്ന കാര്യം കൃതജ്ഞതാ സ്തോത്രമാണ്. ഈ കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതലുണ്ടാവുകയാണ്. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ചത് ഈശോയ്ക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയ ദിവസം മാത്രമല്ല. ഉദാഹരണം പറഞ്ഞാൽ ലാസറിനെ ഉയർപ്പിച്ച ദിവസം, 5,000 പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത ദിവസം, വെള്ളത്തിന് മുകളിൽ കൂടെ നടന്ന ദിവസം, ആ ദിവസങ്ങളൊന്നും അല്ല കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, വേദനയുടെ സമയത്ത് ഈശോ അപ്പമെടുക്കുന്നു, ഈശോ വാഴ്ത്തുന്നു, ആശീർവദിക്കുന്നു, വീഞ്ഞെടുക്കുന്നു, ഈശോ കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും കഷ്ടതകളിലും ക്ലേശങ്ങളിലും പരാജയങ്ങളിലും ചിലപ്പോൾ ചില പാപത്തിൽ വീണുപോയ ഒരു സങ്കടങ്ങളിലൊക്കെ പ്രിയപ്പെട്ട തളരാതെ ചാടി എഴുന്നേറ്റ് കർത്താവിന് സ്തോത്രം അർപ്പിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ജോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 20, 21, 22 വാക്യങ്ങൾ. ജോബിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില സങ്കടങ്ങളും രോഗങ്ങളും അനുവദിച്ചപ്പോൾ ജോബ് എന്താണ് ചെയ്തത്? ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ്സ് മുണ്ഡനം ചെയ്തു. 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സാഷ്ടാംഗം വീണവൻ നമസ്കരിച്ചു പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും,
കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നോക്കിക്കേ, നമുക്കറിയുന്ന വചനമായിരിക്കും. ജോബ് പറയുകയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. വേണമെങ്കിൽ ദൈവത്തെ പഴിക്കാം, കേഴ്സ് ചെയ്യാം, പക്ഷെ അങ്ങനെയല്ല. ജോബ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് പ്രിയപ്പെട്ട നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തെ പഴിക്കാൻ വേണ്ടി ദുഷ്ടാരൂപി നമ്മളെ പ്രലോഭിപ്പിക്കും. അതിൽ വീഴാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വലിയ തകർച്ചയിലൂടെയും കഷ്ടതയിലൂടെ എല്ലാം ജോബ് പോയിട്ട് അവസാനം ജോബിൻ്റെ പുസ്തകം 42:10 ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ദൈവത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മുടെ തകർച്ചകളിൽ, സങ്കടങ്ങളിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഐശ്വര്യം ഇരട്ടിയായിട്ട് തരും, അഭിഷേകം ഇരട്ടിയാക്കി തരും എന്ന കാര്യത്തിന് സംശയമില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു. കർത്താവ് അവൻ ചൊരിഞ്ഞ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ്ണമോതിരം അവന് സമ്മാനിച്ചു. അടുത്ത വാക്യത്തിൽ പറയാണ്, കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലെത്തതിനേക്കാൾ ധന്യമാക്കി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1,000 കാളകളും 1,000 പെൺകഴുതകളും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് സമൃദ്ധമായിട്ട് കൊടുക്കുകയാണ്. കാരണം ജോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ജോബ് ദൈവത്തിന് സ്തോത്രം ആലപിച്ചു. കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും ദൈവത്തെ ഇകഴ്ത്താതെ ദൈവത്തെ പുകഴ്ത്തിയപ്പോൾ ജോബ് അനുഗ്രഹത്തിൻ്റെ മനുഷ്യനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ ക്ലേശങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിലെ ചില പരാജയങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തകൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് സ്തോത്രബലി അർപ്പിക്കണം. ഇന്ന് മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും കർത്താവിന് മഹത്വവും സ്തോത്രവും അർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഷ്ടതകളും ക്ലേശങ്ങളും ദുരിതങ്ങളെല്ലാം ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ച് വീണ്ടും നമ്മൾ സ്തോത്രം പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള വലിയൊരു കൃപയും അഭിഷേകം നമ്മുടെ മേൽ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയാൻ തക്ക തരത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹവും ദൈവവിശ്വാസവും സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളെല്ലാം ആഴപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ശക്തമാടുന്ന കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങട്ടെ, സ്നേഹം ഇറങ്ങട്ടെ, ദൈവശക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദനയിൽ ആരാധിക്കുന്നു യേശുവേ, കണ്ണുനീരിന്നു വാതിലും ആരാധിക്കുന്നു കർത്താവേ, കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു കർത്താവേ, കണ്ണുനീരിന്നു വാതിലും ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. കഷ്ടമേറ്റവനെ ആരാധിക്കുന്നു, കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്ന യേശുവേ, 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 യേശുവേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, കഷ്ടതയിലും ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. പുതുപ്പിന്റെ അഭിഷേകം നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.